+1 സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. ഇതിലുള്ള +1 റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സോ ഇതിങ്ങനെ സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഡേറ്റുകൾ നമുക്ക് നിങ്ങളുടെ +1ന്റെ പ്രോസ്പെക്റ്റീവ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് മുഖ്യഘട്ടത്തിന്റെ ഈ രജിസ്ട്രേഷൻ എന്ന് ആരംഭിക്കുന്നത് ജൂൺ 9 മുതൽ ജൂൺ 17 വരെയാണ്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയ്ക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ജില്ലാതല മത്സരത്തിലും സംസ്ഥാനതല മത്സരത്തിലൊക്കെ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് വാങ്ങേണ്ട ഒരു സമയമാണ് എന്ത്, ജൂൺ 9 മുതൽ ജൂൺ 17 വരെ. അപ്പൊ എങ്ങനെയാണ് ഇത് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ജൂൺ 9 മുമ്പുള്ള ഡേറ്റിൽ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ചെയ്യണം. അപ്പൊ നിങ്ങളിപ്പോൾ ഈ വീഡിയോ നമ്മൾ പറയുന്നത് ഡേറ്റുകളാണ്. ഈ ഡേറ്റുകൾക്കിടയിലാണ് നിങ്ങൾക്ക് എന്ത് നടക്കുക, സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ നടക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റിന്റെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനുള്ള സമയം ജൂൺ 9 മുതൽ ജൂൺ 17 വരെയാണ്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ജൂൺ 10 മുതലാണ്, അവസാന തീയതി ജൂൺ 18 ആണ്. എന്നിട്ട് ഇതിന്റെ ഒന്നാം ഘട്ട അലോട്ട്മെന്റ്, ഈ സ്പോർട്സ് കോട്ടയ്ക്കായിട്ട് സെപ്പറേറ്റ് അലോട്ട്മെന്റ് ഉണ്ടാവും. അത് നടക്കുക എന്നാണ്, ജൂൺ 22-നാണ്. അപ്പൊ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് സീറ്റ് കിട്ടുക, അതിനൊക്കെ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വേറെ വരും. അതായത് ഈ ഒരു ജൂൺ 9 മുമ്പായിട്ട് സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, ഏത് തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്തവർക്കാണ് സ്പോർട്സ് കോട്ടയ്ക്ക് യോഗ്യതയുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിന്റെ വീഡിയോ നമ്മുടെ വീഡിയോയുടെ നിങ്ങൾ മുന്നിലേക്ക് ചെയ്യും. അതിന് നോട്ടിഫിക്കേഷൻ വരണം. ഇപ്പോൾ വന്നത് ഈ ഡേറ്റുകളാണ്. ഡേറ്റുകൾക്ക് ഇനിയും സമയമുണ്ട്. ജൂൺ 9 മുതൽ ജൂൺ 17 വരെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനുള്ള സമയം. അപ്പോൾ ആ ഡേറ്റ് ആകുമ്പോഴേക്കും മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വരും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഇതിലുള്ള ആളുകൾ അപ്ലൈ ചെയ്യണം, ഒക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.